അബിതാ ഇവിടെ നോടുന്ന അമ്മസിൻ്റെ ആയിട്ടാ അയ്യോ ഈ മാസത്തെ എൻ്റെ ഫുഡിൻ്റെ പൈസ 695 റിയാലുണ്ട്. എങ്ങനെയാ 695? ആ കണക്കൊന്നും പറഞ്ഞാണിങ്ങളെ മനസ്സിലാണില്ലല്ലോ. ഇത് ഫുഡ് എൻ്റെതും പിന്നെ അളിയൻ്റെതും എൻ്റെതും കൂടി 250 500. ഓക്കെ. പിന്നെ മുട്ട 119 മുട്ട ഉണ്ട്. അല്ല മുജാക, 119 മുട്ട നിങ്ങളെല്ലാവരും കൂടി തിന്ന് അളിയൻ്റെ മേത് കിട്ടോ? മുട്ടല്ലേ, മുട്ടൻ്റെ പറഞ്ഞുതരാം, ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇതാ ഇത് കണ്ട 5 ട്രൈ മുട്ടയാണ്. രാവിലെയും വൈകുന്നേരം കൂടി പുഴുങ്ങി തിന്നതാണ്. ഈ മുട്ടൻ്റെ കണക്ക് എൻ്റെയിലല്ല പിന്നെ ആരുടെയിലും ഞാൻ കൂട്ടേണ്ടത്. അങ്ങോട്ട് നോക്കിയാൽ ചെയ് ഇച്ചയൊക്കെ മുട്ടും പായും തിന്നാണെങ്കിൽ തന്നെ 3 നേരവും തിന്നാണ്ട് ഇങ്ങനെ നടക്കണം അവന്. എന്നാൽ തടിമലറ്റ് കാണുന്നുണ്ടോ? അതുമില്ല. പിന്നെ പൈപ്പ് ഒരു 30 ഒരു 45. ഏത് പൈപ്പ്? ബാത്റൂമൊക്കെ എന്ന് പൊട്ടിക്കണോ? അതോ പിടിച്ചതാ? ഇത് കണ്ട ജി 2 പൈപ്പാണ്. ഓനെ കക്കൂസ്കണ്ട് കയറിയ മൊബൈലായിട്ടാണ് കയറല്. എന്നിട്ട് അവിടെ 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് കുത്തിറക്കുക. ഒരു പൈപ്പമ്മ കളിച്ചാൽ അങ്ങനെ കുത്തിറന്നാണ്ട് കേടെത്തിയാണ്. ഈ കണക്ക് പിന്നെ എൻ്റെ പിന്നെ ആരേതിൽ കൂട്ടേണ്ടി ഞാനിത്. പൊന്നാരുടെ മുഞ്ചാക്ക എത്തപ്പോൾ ഞാൻ ചെയ്യാം. വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോയല്ലോ. എവിടെയിട്ട് വെക്കാനും വെച്ചാൽ അവിടെ ഇടങ്ങാറായിട്ട് ഇങ്ങോട്ട് വിട്ടത്. ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് നന്നാവുമെന്ന് വിചാരിച്ചാണ്ട് ഇപ്പം ഞാൻ പെട്ടു. വന്നിട്ട് ഇപ്പോൾ 1-2 മാസമാണ്. ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ ഇപ്പം ഇതിനെക്കൊണ്ട്. പറഞ്ഞേക്കാനും പറ്റാത്ത അവസ്ഥയായി. ഇപ്പം തല കച്ചിച്ചിട്ട് കാര്യമില്ല. അത് കാളിയാനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ആലോചിക്കേണ്ടി വരുന്നതൊക്കെ. ചെറുക്കാ പൈസ കിട്ടിയാ ചിഞ്ഞ് ഇതേ മുട്ടണ മുട്ടണ എടുത്തോളി. നോക്കിക്കാണ് ഇങ്ങനെ കൊതി വിടണ്ടെങ്കിൽ